രണ്ടാമത്തെ അവസരമാണ് യൂത്ത് മീറ്റിംഗ് ലീഡ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ജോലി ചാച്ച പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ ലീഡ് ചെയ്യാണ്ട് ചില കുറ്റങ്ങളൊക്കെ കാണാനായിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ പാട്ട്, ഒരു നല്ല പാട്ട് അതിനായിട്ട് ചർച്ചിലെ ജൂനിയർക്കാർക്ക് ക്ഷമിക്കും. ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ
ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ കൺകൾ നിറയുമ്പോൾ എന്നുള്ളം നീറുമ്പോൾ ഭയപ്പെടേണ്ടെന്നരുളി ചെയ്ത കൂടെയുണ്ടല്ലോ. എൻ കൺകൾ നിറയുമ്പോൾ എന്നുള്ളം നീറുമ്പോൾ ഭയപ്പെടേണ്ടെന്നരുളി ചെയ്ത കൂടെയുണ്ടല്ലോ. നിന്നകളേറ്റു സ്വന്തം ബന്ധങ്ങൾ വിട്ടു എന്നെ മാനിപ്പാനേറ്റ പാടുകളോർത്താൻ. നിന്നകളേറ്റു സ്വന്തം ബന്ധങ്ങൾ വിട്ടു എന്നെ മാനിപ്പാനേറ്റ പാടുകളോർത്താൻ. അപ്പാ എൻ കൺകൾ നിറഞ്ഞു തൂവുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ എൻ കൺകൾ നിറഞ്ഞു തൂവുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ മണാളനെ എന്റെ പൊന്നു കാന്തനെ നിൻമുഖം നേരിൽ കാണാൻ ആശയേറുന്നേ. എൻ മണാളനെ എന്റെ പൊന്നു കാന്തനെ നിൻമുഖം നേരിൽ കാണാൻ ആശയേറുന്നേ. അപാരമേഘത്തിൽ തൻ ദൂതനുമൊത്ത് എന്റെ പേര് ചൊല്ലി അങ്ങു മാടി വിളിച്ച. അപാരമേഘത്തിൽ തൻ ദൂതനുമൊത്ത് എന്റെ പേര് ചൊല്ലി അങ്ങു മാടി വിളിച്ച. അപ്പാ ഞാൻ നിന്നിൽ മറഞ്ഞു പാടുമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ ഞാൻ നിന്നിൽ മറഞ്ഞു പാടുമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താധികർത്തനെ താൻ മാത്രമാദ്യതയുള്ളവനെ
സദൃശവാക്യങ്ങൾ 22:6 നമുക്കെല്ലാവർക്കും കാണാൻ അറിയാൻ. സദൃശവാക്യങ്ങൾ 22:6 ഒരാൾ വായിക്കാം. കുഞ്ഞുങ്ങളിലും ആരെങ്കിലും ഒരാൾ ബൈബിൾ എല്ലാവർക്കും ഉണ്ടോ? വാദം നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. ായാലും മാതാപിതാക്കൾക്ക് ഏറ്റവും ബൈബിളില് മാതാപിതാക്കൾക്ക് ഇഷ്ടമായ ഒരു വാക്യമാണ് ഈ ഒരു വാക്യം എന്ന് ഞാൻ പറഞ്ഞതല്ല. ദേവദാസന്മാർ പലരും അതിനെപ്പറ്റി സംസാരിക്കുന്നു, അതിനെപ്പറ്റി പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പം ഗൂഗിളിൽ വെറുതെ അങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ട് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറുക. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നല്ലോണം പാട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഇന്ന് സോണിയങ്ങൾ ഒരു 4:30 എന്താ പറയുക ഇക്വാലിറ്റിനോട് വരാൻ പറഞ്ഞു. പക്ഷെ എപ്പോഴാ വന്ന് 5 മണി കഴിഞ്ഞ് എത്തിയോ? ഇല്ല. അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യല്ലേ. അപ്പം സോണിയങ്ങൾ അവിടുന്ന് 4:30 ആയപ്പോൾ ഇവിടെ 4:30 വരണമെന്ന് ഓർത്ത് വാങ്ങിക്കാൻ 3 മക്കളെയും കൊണ്ട് വല്ല അമ്മാവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പാടുപെട്ട് എന്താ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി കൂടി വന്നു. അപ്പം നിങ്ങളെപ്പോഴാണ് വന്നത്? അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ. അടുത്ത പ്രാവശ്യം മുതൽ നെക്സ്റ്റ് സൺഡേ മുതൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേ അല്ല, എന്നൊക്കെ ഇങ്ങനെയുള്ള കൊയർ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാകുമോ അന്നൊക്കെ വളരെ ഏർലി വന്നെത്താൻ വേണ്ടി ശ്രമിക്കണം. ഒത്തിരി ഏർലി ആയില്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും മുമ്പ് ഇവിടെ എത്തണം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കുഞ്ഞുങ്ങൾ എന്ത് പറയണം, മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ അവരോട് ബാക്ക് ആൻസർ പറഞ്ഞ് വിജയിക്കാൻ ശ്രമിച്ചാൽ അത് നല്ലതാണോ? അല്ല. അതുപോലെ പേരൻസിനെ കൊണ്ട് ഒരു കാര്യത്തെ പറ്റി എത്ര പ്രാവശ്യം പറയിപ്പിക്കണം? ഒന്ന് തന്നെ രാവിലെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പേരൻസ് ഒന്ന് പറയുന്നു അത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക, ബെഡ് റെഡിയാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക അവിടെയുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതൊക്കെ എത്ര പ്രാവശ്യം പേരൻസിനെ കൊണ്ട് നിങ്ങളൊക്കെ പറയുന്നുണ്ട്? അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ? അത് എല്ലാവരും ഒബീഡിയൻറ്റ് ചിൽഡ്രൻ ആണോ? പേരൻസ് പറയുന്ന എല്ലാവരും അപ്പോൾ കേൾക്കുമോ? അനുസരിക്കുമോ? നിങ്ങളെല്ലാം അനുസരിക്കണം കേട്ടോ. പേരൻസ് ഫാദർ പറഞ്ഞാലും മദർ പറഞ്ഞാലും എല്ലാം എന്ത് ചെയ്യണം? അനുസരിക്കണം. രണ്ടാമത് അവരെ കൊണ്ട് എന്ത് ചെയ്യല്ലേ? പറയിപ്പിക്കല്ലേ. പിന്നെ അതുപോലെ അടുത്ത ദിവസം വീണ്ടും അത് കൃത്യമായിട്ട് അവർ പറയാതെ തന്നെ എന്ത് ചെയ്യണം? ദൈവം പറയുന്നു. അപ്പം നമ്മൾ ഈ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടത്? ഫസ്റ്റ് ആരാണ് ചെയ്യേണ്ടത്? പേരൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം എന്താണ്? ബ്ലെസ്ഡ് ആണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങളെല്ലാം. കാരണം ഇങ്ങനെ ഒരു ചർച്ചന്തരീക്ഷത്തിൽ ആയിരിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂടെ ഒരു ചർച്ച, അല്ലെങ്കിൽ അങ്ങനെ കെയർ ചെയ്യുന്ന ടീച്ചേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അവർ കെയർ ചെയ്യുന്ന ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അങ്കിൾമാർ, ആൻറ്റിമാരൊക്കെ കെയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സാമീപ്യവും അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ലഭിക്കാതെ പോയ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ ഇന്നിതൊക്കെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷം ഫ്യൂച്ചറിൽ ഒരുപക്ഷെ അവരൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ അവരോട് ചോദിച്ചാൽ അറിയാം അവർക്ക് ലഭിക്കാത്തതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച അന്തരീക്ഷത്തിലൊക്കെ ആകുവാൻ കഴിഞ്ഞതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. അത് മാത്രമല്ല, നമ്മൾ പേരൻസ് നമ്മളെ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും ഹൃദയത്തിനുള്ളിൽ നിന്ന് അവരോട് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വാദം നിങ്ങൾ സംസാരിക്കുന്നില്ലായിരിക്കാം, പക്ഷെങ്കിൽ ഹൃദയത്തിനകത്ത് പെട്ടെന്നൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് റെസ്പോൺസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതാണോ? ഇല്ല. ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിനെ ജയിക്കണം. നമ്മൾ ദൈവദിനം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൽ പറയും നമ്മൾ കെയർഫുൾ അല്ലെങ്കിൽ വാതിക്കൽ എന്തുണ്ട്? തിന്മയുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ എന്തുണ്ട്?
നമ്മുടെ പാതകളിലൊക്കെ തിന്മ നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് ജയിക്കണം. തിന്മകളില്ലാത്ത, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ നെഗറ്റീവായിട്ട് അന്തരീക്ഷം ഇല്ലാത്ത ഒരു ഇടം ഭൂമിയിലുണ്ടാകുമോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലായിടത്തും എന്തുണ്ട്? നെഗറ്റീവായ പ്രവണതകളുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നമ്മൾ നോക്കുമ്പോൾ അതിനെ ജയിക്കണം. അപ്പം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, യൂത്ത് മീറ്റിങ്ങുകൾ, ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെയുള്ള എന്താ പറയുന്ന ക്യാരക്ടർ ബെറ്റർ ആക്കാൻ വേണ്ടി ക്രമീകരിക്കുന്ന പ്രെയർ മീറ്റിങ്ങുകൾ, അതേപോലെ യൂത്ത് മീറ്റിങ്ങുകൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ബെറ്റർ ആവണം. പിന്നെ എന്താകണം? ഏറ്റവും ഒടുവിൽ എന്താകണം? അവർ ബെസ്റ്റിലേക്ക് വരണം. ബെറ്ററായി എന്തിലേക്ക് വരണം? ബെസ്റ്റിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം. അതുപോലെ ഇവിടെ പേരൻസിനെ അനുസരിക്കണം. നിങ്ങളുടെ പേരൻസ് വീട്ടിലായിരിക്കും, പേരൻസിനെ അനുസരിക്കണം. അതുപോലെ സൺഡേ സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് അവർ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായ മാർഗമാണ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉപദേശിച്ചു തരുന്നത്. അത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നവരാണ്. ഓക്കെ, ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നല്ലൊരു ഷോർട്ട് മെസ്സേജ് നമ്മളെ പങ്കിടാൻ പ്രസാദങ്ങളെ ദൈവം സഹായിച്ചത്. അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനായിട്ട് ഏജന്റിനെ മുൻപിടിച്ചു. കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിച്ചിരുന്നേരമെന്നേ കണ്ടൽ നിറഞ്ഞൊഴുകിയിരുന്നേ ഋഷിയെ കാണുന്നിതാ ദൈവ കുഞ്ഞാടിനെ കാണുന്നിത ലോകരക്ഷകനെ കാണുന്നിത എന്റെ സ്നേഹിതനെ കാണുന്നിത ഇസ്രായേൽ രാജാവിനെ അവന്റെ പേർക്കായി ഋഷിയെ ചൊല്ലുന്നതിനും ആകുമേവനാവാത്ത ആ സൗഭാഗ്യമേകിയല്ലോ വിശ്വകൃഷ്ണ പേർക്കായി ഞാനും ഇത കൂടിയിരുന്നേ ദേശങ്ങളുടെ ക്ഷമകി താവന്റെ വേല ചെയ്ത കാണുന്നിത ദൈവ കുഞ്ഞാടിനെ കാണുന്നിത ലോകരക്ഷകനെ കാണുന്നിത എൻ സ്നേഹിതനെ കാണുന്നിത ഇസ്രായേൽ രാജാവിനെ. ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദിവസത്തിൽ ഇങ്ങനൊരു മെസ്സേജ് തരാൻ എനിക്ക് അവസരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ജോബി ചാച്ചനും വായിക്കുന്നതായിരിക്കും നന്ദി അറിയിക്കുന്നു. പാസ്റ്ററിനും എന്ന് നന്ദി അറിയിക്കുന്നു. സോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും എന്നെ ഇപ്പോൾ കേൾക്കാമോ? റോഷിന് കേൾക്കാവോ ഞാൻ പറയുന്നത്? ആർക്കും കേൾക്കുന്നില്ല. ഓക്കെ, എല്ലാവർക്കും ദാനിയേലിൻ്റെ കഥ അറിയാവുന്നോ? അല്ലേ? ദാനിയേലിനെ സിന്ധുക്കുഴിയിലിട്ട കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാനിയേലിൻ്റെ കഥയല്ല. ദാനിയേലിൻ്റെ ആ ഒരു കുഴിയിലല്ല, സിംഹ ഗുഹയിലിട്ടപ്പോഴത്തെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പം ദാനിയേലിൻ്റെ എന്തായിരുന്നു ദാനിയേലിൻ്റെ തോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ദാനിയേലിനെ സിംഹ ഗുഹയിലിടാനുള്ളതിൻ്റെ റീസൺ എന്തായിരുന്നു, കാരണം എന്ന് ആർക്കെങ്കിലും പറയാമോ? വലിയവർക്കും പറയാം, യൂത്തിനും പറയാം, കുഞ്ഞു പിള്ളേർക്കും പറയാം. അതെ, ദാര്യാവേശ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അടുത്ത 30 ദിവസത്തേക്ക് ദാര്യാവേശിനോടല്ലാതെ വേറൊരു ദൈവത്തോടും പ്രാർത്ഥിക്കരുത്. അത് മെയിനായിട്ട് എന്തിനായിരുന്നു അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചതെന്നറിയോ? അതെ, ദാനിയേലിൻ്റെ ഉയർച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേര് ദാനിയേലിന് കുറ്റമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഒരേ ഒരു റീസണിലെ ദാനിയേലിനെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ദാനിയേലിനെ പെട്ടെന്ന് അവർക്ക്
റീസൺ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു റീസൺ ഇതായിരുന്നു. അവൻ്റെ വിശ്വാസ ജീവിതത്തെ കാണുന്നത്, അല്ലെങ്കിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ലൈഫ് ജീവിതത്തിൽ നിന്ന് അവൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ആ ഒരു പോയിന്റ് തന്നെ തിരഞ്ഞെടുത്ത് ദാനിയേലിനെ ഗുഹയിലിടാൻ, സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കൊന്നു കളയാനായിട്ട് അവർ ഈ ഒരു റീസൺ തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ദാര്യാവേശി കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേലിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? പൊതുവെ നമ്മളൊക്കെ എന്തായിരിക്കും ചെയ്യാം? നമ്മൾ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ, അതോ പേടിച്ചിട്ട് ഒളിച്ചും പാത്തും ആരും കാണാതിരുന്ന് പ്രാർത്ഥിക്കുമോ? ചിലപ്പം അങ്ങനെ പ്രാർത്ഥിക്കും, ചിലപ്പം പ്രാർത്ഥിക്കത്തില്ല, മനസ്സിൽ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? പക്ഷെ ദാനിയേൽ എന്താ ചെയ്തത്? പൊതുവെ എപ്പോഴും ചെയ്യുന്ന പോലെ ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സോ അവന്റെ ആക്ഷനുകൾക്ക് ഒരു വ്യത്യാസം വന്നില്ല. അല്ലെ മനസ്സിൽ പ്രാർത്ഥിക്കുമോ, അല്ലെ ആരും കാണാതിരുന്ന് പ്രാർത്ഥിക്കുമോ, ഒന്നും ചിന്തിച്ചില്ല. വിൻഡോ എല്ലാം ഓപ്പൺ ആയിരുന്നു, ആർക്ക് വേണമെങ്കിലും കാണാം. ആരും കണ്ടുകൊണ്ടും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ എന്നും ചെയ്തു വരുന്ന പോലെ അവന്റെ ആക്ഷനുകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തിയില്ല. അറിയാം എന്തായിരിക്കും ഇതിന്റെ ഒരു കോസ് എന്താണെന്ന് അറിയാം, പക്ഷെ അതൊന്നും ചിന്തിച്ച് വെപ്രാളപ്പെടാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും നിന്നില്ല. എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാര്യം ഓർക്കാതെ ആ പ്രെയർ ലൈഫ് അങ്ങനെ തന്നെ തുടർന്നു, മുട്ടൂത്തി പ്രാർത്ഥിച്ചു. അപ്പൊ ആ ഒരു പുള്ളിയുടെ ആക്ഷനുകൾക്കും ഒരു വ്യത്യാസം വന്നില്ല. പിന്നെ താഴോട്ട് പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദാനിയേലിന് എന്തെങ്കിലും ഗുണം വന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? എന്തായിരിക്കും എന്തെങ്കിലും ഒരു ഗുണം ദാനിയേലിന് വരുമെന്ന് കരുതിയാണോ ദാനിയേൽ അങ്ങനെ തന്നെ ഒരു പൊതുവെ ഒരു വെളിയിൽ നിന്നുള്ളൊരു മനുഷ്യൻ നമ്മളെ കാണുമ്പോൾ ഓക്കെ അവൻ എന്ത് കണ്ടിട്ടാ പിന്നെയും പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ ജീവിതത്തിന് തന്നെ ഇതൊരു പ്രശ്നമായി മാറുമെന്ന് അറിയാം, എന്നിട്ടും എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് വെളിയിൽ കാണുന്നവർ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ദാനിയേലിനറിയാം അതെത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ദാനിയേലിനറിയാം. അതുപോലെയാണ് നമ്മളും പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള റൂൾസ് റെസ്ട്രിക്ഷൻസും ഒക്കെ വരുമ്പോൾ ഇപ്പം നമ്മളാണെങ്കിലും നമ്മളുടെ രീതികൾക്ക് മാറ്റം വരുത്തും. ഇപ്പം എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഓക്കെ പ്രെയർ ടൈമിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവാം. പക്ഷെ ദാനിയേൽ അങ്ങനൊന്നും ചെയ്തില്ല, ഒന്നിനും ഒരു മാറ്റവും വരുത്തിയില്ല. അവസാനം എന്ത് സംഭവിച്ചു? ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടു അല്ലേ? സിംഹത്തിന്റെ ഗുഹയിൽ ഇടാൻ നേരം ദാര്യാവേശ് ദാനിയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അങ്ങനെ രാജാവിൻ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവിടെ രാജാവ് ദാനിയേലിനെ നിരുത്സാഹപ്പെടുത്താനല്ല ശ്രമിച്ചത്. നീ പ്രാർത്ഥിച്ചത് തെറ്റാന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ച ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തില്ല. പക്ഷെ രാജാവ് അവിടെ എന്താ ചെയ്തത്? അവൻ ചെയ്ത ആക്ടിനെ രാജാവ് കുറച്ചും കൂടി ഉറപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, പക്ഷെ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. രാജാവ് വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ അവന്റെ വിശ്വാസവും അവന്റെ ആ ഒരു ലൈഫ് കണ്ടിട്ടാണ് രാജാവ് അവനെ ഉറപ്പിക്കുന്നത്. രാജാവിന് അറിയാം അവന്റെ വിശ്വാസം എത്ര സ്ട്രോങ് ആണ്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ അവനൊരു ധൈര്യം അവന് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് രാജാവ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ രാജാവിന് പറയാറുന്നു എന്തോ നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാറുണ്ടോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇപ്പൊ നീ എന്ത് ചെയ്തു, ഇപ്പൊ നിന്നെ കുറിക്കാതിട്ട് കളയേണ്ട വന്നില്ലേ. അപ്പൊ അങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞാണ് ദാനിയേലിനെ രാജാവ് ഗുഹയിലിടാനായിട്ട് പോകുന്നത്. ഈ ഗുഹയിൽ ഇട്ട് കഴിയുമ്പോൾ ഇപ്പൊ നമ്മളെങ്ങാനും
ഗുഹയിൽ കൊണ്ടിടുക, സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതെ, നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ സിംഹം നമ്മളെ വെറുതെ വിടത്തില്ല. ദാനിയേലിനെ കൊല്ലാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുന്നത്. അപ്പം സിംഹങ്ങൾക്ക് നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒരുക്കി നിർത്തുമായിരിക്കില്ല. ചിലപ്പം സിംഹങ്ങളെ പട്ടിണിക്കൊക്കെ ഇട്ടായിരിക്കും ഗുഹയെല്ലാം റെഡിയാക്കി സിംഹങ്ങളെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ദാനിയേലിനെ ഇടുമ്പോഴേ സിംഹം കടിച്ച് കീറി കൊല്ലണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും അവരെല്ലാം പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച? ദാനിയേലിന് ഒരു കോട്ടോ അനർത്ഥവും സംഭവിച്ചില്ല. അതിന് മുന്നേ ഞാൻ പറയാൻ വന്നത്, ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇടുമ്പോൾ ദാനിയേലിന്റെ ഒരു വെപ്രാളം പിടിക്കുകയോ അല്ലെങ്കിൽ ദാനിയേൽ അലറുവോ ഇതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഒരു ഒരു സാധാരണക്കാരനെ ഒരു ഗുഹയിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ഹെൽപ്പിന് വേണ്ടി അലറുവോ, രാജാവെ എന്നെ രക്ഷിക്കണേ, ദൈവത്തോടും പ്രാർത്ഥിക്കുന്നതും നമ്മൾ കാണുന്നില്ല, ദൈവം എന്നെ രക്ഷിക്കണേ. പക്ഷെ ആ ഒരു വിശ്വാസം, ദൈവം എന്നെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം ദാനിയേലിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ദാനിയേൽ അലറുന്നതായിട്ട് ഒരു സാധാരണ മനുഷ്യനെ ഗുഹയിൽ ഇട്ടാൽ സംഭവിക്കുന്ന പോലത്തെ ഉള്ള റിയാക്ഷൻ ഒന്നും നമ്മൾ കാണുന്നില്ല. ഈ വീഡിയോസിനൊക്കെ നമ്മൾ പോകുമ്പം പണ്ട് ഒരു പിക്ചറൊക്കെ കാണിക്കത്തില്ലേ, ഗുഹയിൽ ദാനിയേൽ ഇങ്ങനെ മേളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ലൈറ്റ് റേസ് ഇങ്ങനെ വീഴും, സിംഹങ്ങൾ അവിടെയൊക്കെ അടങ്ങി കിടക്കുന്നുണ്ട്. അപ്പം ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ദാനിയേൽ ദൈവത്തിനെയാണ് നോക്കിയത് പ്രശ്നങ്ങളെക്കാട്ടിലും കൂടുതൽ. അതായത് കിടക്കുന്ന സിംഹത്തെ അല്ല ദാനിയേൽ ശ്രദ്ധിച്ചത്. ദാനിയേലിന്റെ ഫോക്കസ് എവിടെയായിരുന്നു? ദൈവത്തിലായിരുന്നു. അപ്പൊ സിംഹത്തെ ഫോക്കസ് ചെയ്താൽ ദാനിയേൽ പേടിച്ചലറി അവിടെ കൂടെ ഓടി എവിടെയെങ്കിലും പോയി പാത്തിരിക്കാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ ദാനിയേൽ എന്താ ചെയ്തത്? ദൈവത്തെ നോക്കി. സിംഹത്തെ നോക്കിയാൽ ദാനിയേലിന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കിടന്നുറങ്ങാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ ദാനിയേൽ എന്താ ചെയ്തത്? ദാനിയേൽ ദൈവത്തെ നോക്കി. ദൈവത്തിനോടുള്ളൊരു വിശ്വാസം ദാനിയേലിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സിംഹങ്ങൾ കഴിക്കാതെ സിംഹങ്ങളുടെ വാ അടച്ചു ദൈവം. അങ്ങനെ ദാനിയേലിന് ഒരു പോറല് പോലും പറ്റാതെ ആ ഗുഹയ്ക്കകത്തിരിക്കാൻ പറ്റി. ദാനിയേൽ കിടന്നുറങ്ങി. പക്ഷെ രാജാവിനൊട്ടും ഉറങ്ങാൻ പറ്റിയില്ല. രാജാവ് രാവിലെ ഓടി വന്ന് ഗുഹ തുറന്നു. അന്നേരം എന്താ സംഭവിച്ചത്? ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ച്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വാ അടച്ചു കളഞ്ഞു. ഇപ്പൊ സിംഹത്തിന്റെ വാ ആരടച്ചു കളഞ്ഞു? ദൈവം അടച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദാനിയേലിന് ഒരു പോറല് പോലും പറ്റിയില്ല. അവന്റെ വിശ്വാസം ദൈവം ഉള്ളതെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഇവൻ രാജാവിന് പോലും മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു പ്രെയർ ലൈഫ് ഉള്ളതെന്ന്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം മാറ്റാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ പ്രെയർ ലൈഫോ അല്ലെ വിശ്വാസത്തിൽ മാറ്റം. വിശ്വാസത്തിൽ മുന്നേറുന്നത് കുഴപ്പമില്ല, പക്ഷെ വിശ്വാസത്തിൽ പുറകോട്ട് പോയി വിട്ടുവീഴ്ച വരാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാം. പിന്നെ ദൈവത്തെ നോക്കാം. ഇപ്പൊ ഒരു വേദന വന്നാൽ അയ്യോ വേദനയാണ്, ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം. എനിക്ക് എന്തെങ്കിലും അസുഖമോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരുമ്പോൾ വേദനയ്ക്കായിരിക്കും ഫോക്കസ് കൂടുതൽ. വേദന മാറാത്തപ്പോൾ മാത്രമേ ദൈവത്തെ വിളിക്കത്തുള്ളൂ നമ്മളെല്ലാം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടായിരിക്കും, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞ് പ്രാർത്ഥിക്കും, ഉപവസിക്കും, പ്രാർത്ഥനയുടെ ഡ്യൂറേഷൻ കൂട്ടും. പക്ഷെ ഇവിടെ ദാനിയേൽ എന്താ ചെയ്തത്? ദാനിയേൽ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ നിന്നു. സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടിട്ട് അല്ലെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് അല്ലെ സിംഹങ്ങൾ കടിക്കാൻ വരുമ്പോൾ പ്രാർത്ഥിക്കാന്നല്ല ദാനിയേൽ വിചാരിച്ചത്. ദാനിയേൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു. ഗുഹയ്ക്കകത്തിട്ടപ്പോഴും ആ വിശ്വാസത്തോടെ ദാനിയേലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം സിംഹങ്ങളുടെ വാ അടച്ചു. അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ഒരു നമ്മളുടെ വിശ്വാസത്തിൽ എങ്ങനെയാണോ അത് മുന്നേറുവാനും ദാനിയേലിന് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത്തും ഒരു വിശ്വാസത്തിൽ ഇരിക്കുവാനൊക്കെ ഉള്ള ഒരു കൃപ നൽകുവാൻ എന്ത് വേണം? നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാലേ നമുക്ക് അതിനുള്ളൊരു ശക്തി ലഭിക്കുള്ളൂ. ഇതാണ് ഞാൻ ഇന്നിപ്പോൾ
പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് ഒരു ചെറിയ പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കും. അങ്ങേ പോലും ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നു പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണ് എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോൽ എന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കും
ഒരു മെസ്സേജ് കേൾക്കാനുള്ള ത്രാണിയുണ്ടോ? കഥ പറഞ്ഞാൽ മതി. കഥ പിന്നെ ഡാനിയലിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് യൂത്ത് മീറ്റിംഗ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടോ? നമ്മൾ വെറുതെ ഇവിടെ വന്നിരുന്നു കുറച്ചേരം ഇരിക്കുന്നു, അങ്ങനെ പോവാണ്. എന്നാൽ എനിക്ക് നല്ല പ്രയോജനമുണ്ട് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, സത്യമായിട്ട് പറഞ്ഞാൽ. ഇതിലും അതുപോലെ തന്നെ സൺഡേ സ്കൂളിൽ ലീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല പ്രയോജനമുണ്ട്. പ്രത്യേകിച്ച് ചില വാക്യങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാനോ കുറച്ച് ആഴത്തിലൊക്കെ ചിന്തിക്കാനും വേണ്ടിയൊക്കെ സാധിക്കാറുണ്ട്. അതൊക്കെ വളരെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ജൂനിയർ കൊയർ ഫോം ചെയ്യാൻ വേണ്ടി ഇടയായിരുന്നു. ഇന്ന് പാട്ട് പാടിയപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നോ? ഉണ്ടായിരുന്നോ? നല്ല വ്യത്യാസമുണ്ട്. ഉണ്ടോ? അല്ലായിരുന്നോ? അപ്പോൾ അതിന് ആ കൊയർ ഫോം ചെയ്ത് സംസാരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് അവർക്ക് അറിയോ? നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അതിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. നല്ല ഏത് കാര്യമാണെങ്കിലും ആസ്വദിച്ച് ചെയ്യണം. 34-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? അന്യന്ന് വായിച്ചേ. യഹോവ നല്ലവൻ. ഞാൻ ഇന്നലെ ഈ വാക്യം ഇവരോട് തന്നെ പറഞ്ഞായിരുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രുചിച്ച് നോക്കിയിട്ട് നല്ലവനാണോ നല്ലതല്ലയോ എന്ന് പറയാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല. അപ്പം അവിടെ എന്താണ് സംഭവം? യഹോവ നല്ലവനാണ്. നമ്മളത് ടേസ്റ്റ് ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് വ്യത്യാസമായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും ഒരു വീട്ടിൽ തന്നെ ഒരു നേരം പലതരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പേരൻസ് ഉണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അതൊരു സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒത്തിരി വീടുകളിൽ അങ്ങനെയുണ്ട്. കാരണം എന്താണ്? എല്ലാവർക്കും വ്യത്യാസമാണ്. അങ്ങനെയാണ് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും. ഏത് നല്ല കാര്യമാണെങ്കിൽ പോലും അതിന് രണ്ട് അഭിപ്രായം ഉണ്ട്. പക്ഷെങ്കില് നമ്മുടെ ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തില്ല? നമ്മൾ രുചിച്ചറിയുകയാണെങ്കിൽ അതിന് നല്ലതല്ല എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം ഈ ദൈവത്തെ രുചിച്ചറിയുന്നവർക്കെല്ലാം ദൈവം ആരാണ്? നല്ലവനാണ്. പക്ഷേ നമ്മൾ ഈ ആരാധിക്കാൻ വരുന്നവർക്കും ദൈവത്തിന്റെ കൂടെ നടക്കുകയാണെന്ന് അഭിമാനിക്കുന്നവർക്കും എല്ലാം ദൈവവും നല്ലവനാണോ? അല്ല. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയാണെന്ന് നമ്മൾ കരുതുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവം കൂടെ നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്കിലും ആദമിനും ഹവ്വയ്ക്കും ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റിയോ? പറ്റിയില്ല അല്ലേ? അതിന്റെ കാരണം എന്തായിരുന്നു? ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിച്ചില്ല. അല്ലെ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ, ദൈവം കൊടുത്ത കൽപ്പനയെ പ്രമാണിച്ചില്ല. അപ്പൊ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയെ പ്രമാണിക്കാത്ത, ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യഹോവയെ നല്ലവൻ എന്ന് രുചിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ബൈബിളിൽ ആദ്യം ദൈവത്തിന് ഒരു ആരാധന കഴിച്ചെന്ന് പറയുന്ന ആരാണ്? ഏറ്റവും ആദ്യം ബൈബിളിൽ ദൈവത്തിന് ആരാധന കഴിച്ചു എന്ന് പറഞ്ഞ ആരാണ്? കയ്യനാണ് അല്ലേ? പക്ഷെ ആ ആരാധന ദൈവം പ്രസാദിച്ചു ഇല്ല. ഞാൻ ആലോചിക്കാം, ദൈവം ആദ്യമായിട്ടാണല്ലേ ഒരു വ്യക്തി ദൈവത്തിന് ആരാധന കഴിച്ചു എന്ന് ബൈബിളിൽ പറയുന്നത്. പക്ഷെ ആ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. പക്ഷെ ആബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. എന്തായിരുന്നു വ്യത്യാസം? എന്തായിരുന്നു കാരണം? ദൈവത്തിന്റെ സ്ഥാനമായിരുന്നു അല്ലെ? ആബേല് കയ്യിൽ കൊണ്ടുവന്നതിനകത്ത് ഒരു സാധാരണ ആരാധനയാണ് കഴിച്ചത്. പക്ഷെ ആബേല് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും മേൽത്തരമായ ആരാധനയാണ് ദൈവത്തിന് സമർപ്പിച്ചത്. അപ്പം ദൈവം നല്ലവൻ എന്ന് രുചിച്ചറിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മുടെ ആരാധനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഞാനിവിടെ സൺഡേ സ്കൂളിൽ എല്ലാ ആഴ്ചയും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഡിസിപ്ലിൻ അല്ലേ? അപ്പം ആരാധന എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തെ നമുക്ക് നല്ലത് എന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ, യഹോവയായ ദൈവം നമുക്ക് നല്ലവനാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ ആരാധനയ്ക്ക് വരുന്നതിലല്ല കാര്യം. ആരാധനയ്ക്ക് 9:30 ആരാധനയ്ക്ക് 9:15 ഇവിടെ വരുന്നതിലും കാര്യമില്ല, മുന്നേ കൊണ്ടുവരുന്നതിലും കാര്യമില്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വരണം. അപ്പം
ഞാൻ അതിനെ പ്രസംഗിച്ചപ്പോൾ ഇൻസ്പയർ ആയതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദമിന്റെ ഹവ്വയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അവര് ദൈവത്തിന്റെ കൽപ്പനയെ അവർ അനുസരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെങ്കില് യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് അടിമത്തത്തിൽ വന്നവരാണല്ലേ അവർ. ആരാ? ദാനിയേലും കൂടെ ഉണ്ടായിരുന്നവര്. പക്ഷെങ്കില് അവര് യെരൂശലേമിൽ നിന്ന് അടിമത്തത്തിൽ വന്നവരാണ് അല്ലെ. നല്ല സ്ഥലത്ത് നിന്നും ഒരു ബുദ്ധിമുട്ടേറിയ സ്ഥലത്തോട്ട് കടന്നു വന്നവരാണ്. പക്ഷെങ്കില് ആദമും ഹവ്വയും ദൈവം എവിടെയാക്കിയതാണ്? നല്ല സ്ഥലത്താക്കിയതാണ്. പക്ഷെ ദൈവം നല്ല സ്ഥലത്താക്കി അവരെന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ കൽപ്പനയെ പ്രമാണിച്ചില്ല. പക്ഷെങ്കില് ആ ഇത്രയും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലോട് കടന്നു വന്നിട്ടും ദൈവത്തിന്റെ കൽപ്പനകളെ അവർ മുറുകെ പിടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലെ. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം കണ്ടു. രണ്ടാമതായിട്ട് ആരാധനയുടെ കാര്യത്തില് ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ല, അതുകൊണ്ട് കയ്യിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ ആരാധനയുടെ കാര്യത്തിൽ ദാനിയേലിനെ നോക്കി ആ ആരാധനയുടെ കാര്യമാണ് ഇവിടെ അൽബിന നമ്മളോട് പറഞ്ഞത് അല്ലെ. അത്രയും ബുദ്ധിമുട്ട്, ഏറ്റവും പ്രതിസന്ധിയേറിയ ഒരു സാഹചര്യത്തിലായിരുന്നിട്ട് കൂടി ദാനിയേൽ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്തല്ലേ. യാതൊന്നിനും ഒന്നിനെ പറ്റി വിഷമിച്ചില്ല, ഒന്നിനെ പറ്റി ബോധർ ചെയ്തില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലെ. അപ്പം ദൈവം നമ്മളിൽ നമ്മുടെ ദൈവത്തെ നല്ലവനെന്ന് നമുക്ക് രുചിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് വളരെ വലിയൊരു വിലയുണ്ട്. മൂന്നാമതായിട്ട് ഒരാളെ നമ്മൾ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ ഒരു ഉപമ വായിക്കുന്നുണ്ട്. നമ്മൾ 2 ഉപമ വായിക്കുന്നുണ്ട്. ആദ്യ ഒരു ഉപമ വായിക്കുന്നുണ്ട് അല്ലെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 2ാമത് പറയുന്ന ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസന്മാർക്ക് താലന്തിനെ കൊടുക്കുന്ന ഒരു ഉപമയില്ലേ ഇല്ലേ. ആ ഉപമയില് 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 പേർക്ക് കൊടുക്കുന്നത് അവര് വ്യാപാരം ചെയ്ത് അതിനെ ഇരട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അവരെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷത്തിലേക്ക് കടത്തിവിടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മൂന്നാമത്തെ ആള് വന്നിട്ട് എന്താണ് പറയുന്നത്? നമ്മുടെ ഈ മൂന്നാമത്തെ ആളുടെ ഈ ഉപമയെ പറ്റി നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ പ്രസംഗത്തിലെല്ലാം നമ്മളോട് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന താലന്തിനെ എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്യണം, ഇല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ ഈ ദാസൻ ചെയ്തൊരു പ്രശ്നമുണ്ടോ അവിടെ? എന്താണെന്നറിയാമോ? ഈ ദാസൻ യജമാനെ പറ്റി ഉള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നാണോ വായിക്കുന്നത്? നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന ഒരു കഠിന, അതായത് നമ്മുടെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുൻവിധിയോടുകൂടി കാണുക അല്ലേ. നമുക്ക് എന്തെങ്കിലും ലഭിക്കും, നമ്മൾ ആ ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്നുള്ളൊരു മുൻവിധിയോടുകൂടി നമ്മൾ ദൈവത്തെ കാണുകയാണെങ്കിൽ ദൈവം യഹോവ നല്ലവനും നമുക്ക് രുചിച്ചറിയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. നമ്മൾ ആ ഉപമയുടെ ആദ്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുത്തു എന്നാണ് വായിക്കുന്നത് അല്ലെ. ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ച് അവർക്ക് താലന്തുകളെ കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലെ. അപ്പം ദൈവം നമ്മൾ ഒരേപോലെ ദൈവത്തെ ആരാധിക്കുകയും ഒരേപോലെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടും നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ആയി പോയത്, അല്ലെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കഷ്ടമായി പോയത്, മറ്റുള്ളവർക്കൊന്നും ഈ പ്രശ്നം ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പം ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ പറ്റി ഓരോ പ്ലാനുകളുണ്ട് അല്ലെ. ദൈവത്തെ ഒരിക്കലും നമ്മൾ മുൻവിധിയോടുകൂടി കാണല്ലേ. നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ വെച്ചിട്ടോ നമുക്ക് തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ വെച്ചിട്ടോ ഒരിക്കലും നമ്മൾ ദൈവത്തെ മുൻവിധിയോടുകൂടി കണ്ടാൽ ഈ ദൈവത്തെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഈ ദാസനെ എവിടെയാണ് തള്ളിക്കളയുന്നത്? ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ദാസനെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അപ്പം യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരെ എന്തിനാണ്? ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്നതല്ലേ യൂദ. എന്നിട്ട് യൂദയ്ക്ക് ഈ ദൈവത്തെ രുചിച്ചറിയാൻ സാധിച്ചോ? ഇല്ല. കാരണം എന്താണ്? യൂദ ചില കാര്യങ്ങളൊക്കെ കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചു അല്ലെ. ഐഹികമായിട്ട് തന്നെ ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും അവിടെ എന്തൊക്കെയോ ആയിത്തീരാവുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു യൂദയായിരുന്നത്. പക്ഷെ ഇതൊന്നും സാധിക്കില്ല എന്ന് കണ്ട സമയത്താണ് യൂദ കർത്താവിൽ നിന്ന് അകന്നു പോയിട്ട് തന്നെ ഒറ്റിക്കൊടുക്കുന്നത്. അപ്പൊ കൂടെ നടക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യരുത്? ഒരിക്കലും മുൻവിധിയോടുകൂടി കാണല്ല. യഹോവ നല്ലവൻ തന്നെയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം യഹോവയെ നല്ലവനെന്ന് രുചിച്ചറിയാൻ കഴിയാത്ത ഓരോരുത്തരെയും എവിടെ തള്ളിക്കളയും? ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ദൈവം നല്ലവൻ 4-ന്റെ 6 മുതൽ വായിച്ച്
6-ാം അധ്യായം 4 മുതൽ ഒന്ന് വായിച്ചേ. ഈ നമ്മൾ ഒരിക്കലും ദൈവത്തെ ടേസ്റ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മള് ഒരിക്കലും ഈ ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദൈവത്തെ തള്ളിക്കളയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നമ്മൾ വീണ്ടും നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച് കളയുകയാണെന്നാണ് പറയുന്നത്, അല്ലെ? നമുക്ക് എങ്ങനെയാണ് ഈ ദൈവത്തെ നല്ലവനെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയത്? നമുക്ക് അതിന്റെ അർഹതയുള്ളവരായിരുന്നോ? നമുക്ക് അർഹതയുള്ളവരായിരുന്നോ? ആർക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്? നമുക്ക് വേണ്ടിയാണ് വന്നതെന്ന് ഇപ്പം നമുക്ക്, പക്ഷെ നമുക്ക് വേണ്ടി ആയിരുന്നില്ല വന്നത്, അല്ലെ? അവർ തള്ളിക്കളഞ്ഞപ്പോഴാണ് അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്നത്. ഇബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മരണം ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെ? ഈ കർത്താവ് മരണത്തെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴ്ന്ന ഭൂമിയിലോട്ട് ഇറങ്ങി വന്നുകൊണ്ടാണ് എന്ത് കിട്ടിയത്? നമുക്ക് ഈ ദൈവത്തെ നല്ലവൻ എന്ന് രുചിച്ചറിയുവാൻ സാധിച്ചത്, അല്ലെ? അപ്പം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയാൻ നമുക്ക് സാധിച്ചത് കർത്താവിന്റെ കാൽവരി ക്രൂശിലൂടെയാണ്. അവൻ മരണത്തെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, മരണത്തെ ആസ്വദിക്കുവാൻ വേണ്ടി ഈ താഴ്ന്ന ഭൂമിയിലോട്ട് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് ലഭിച്ചൊരു കൃപയാണ് ഈ ദൈവത്തെ നല്ലവൻ എന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു കൃപ. അപ്പം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം. ആരാധനയ്ക്ക് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരായിരിക്കണം. 3-ാമതായിട്ട് യഹോവയെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? മുൻവിധിയോടുകൂടി കാണല്ല. ദൈവത്തിന്റെ കൃപകളെ, ദൈവത്തിന്റെ സാമീപ്യത്തെ, ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ കിട്ടും, നമ്മൾ ഈ ഭൂമിയിൽ ഇന്നതൊക്കെ ആയിത്തീരും എന്നൊന്നും വിചാരിക്കാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യഹോവയായ ദൈവം എവിടെ ചേർത്ത് നമ്മുടെ നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മളെ ചേർക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം ആരിലുണ്ടായിരുന്നു എന്നറിയാമോ? ദാനിയേലും അവരുടെ കൂട്ടുകാരിലും ഉണ്ടായിരുന്നു, അല്ലെ? അവരെ തീയിലിട്ട് കളയുന്നതിന് മുമ്പ് എന്താണ് അവർ പറയുന്നത്? ഈ ദൈവം നമ്മളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യില്ല, ബിംബത്തെ നമസ്കരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം മുൻവിധിയോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും ആയിത്തീരാം എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ഒരിക്കലും ആകരുത്. ആ ദാനിയേലിനെ പോലെ, അവരുടെ കൂട്ടുകാരെ പോലെ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കണം. 2-ാമതായിട്ട് പ്രാർത്ഥനയെ വിട്ടിരിക്കണം. 3-ാമതായിട്ട് ഈ ദൈവം യഹോവ നല്ലവൻ തന്നെയാണ്, അവൻ ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ കൂടെ കാണുമെന്നുള്ള ഉറപ്പോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദൈവത്തെ നല്ലവൻ എന്ന് രുചിച്ചറിയാൻ സാധിക്കും. അപ്പം ഈ ഒരു കാര്യമാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇതെന്ന് പറയുകയാണ്. അപ്പം ഇത്രയും സമയം കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ചിറകിൽ ഞാൻ പാടുന്നു
കരയുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കുന്ന തോളിലേറ്റും കണ്ണീരൊപ്പം ഉയർച്ച നൽകി മാണിക്യം വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കുന്ന തോളിലേറ്റും കണ്ണീരൊപ്പം ഉയർച്ച നൽകി എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധിയിലെ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധിയിലെ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധിയിലെ. നല്ലൊരു പാട്ട് ജോർജിനെ ദൈവം സഹായിച്ചല്ലോ. ഇനി ദൈവം ജോർജിനെ അനുഭവിക്കട്ടെ. അടുത്തതായിട്ട് സൈമൺ ചേച്ചി. Praise God. നരയ്ക്കോളം ചുമക്കുമെന്ന വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറിയിടുമോ? വാക്കുമാറിയിടുമോ? നരയ്ക്കോളം ചുമക്കുമെന്ന വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറിയിടുമോ? വാക്കുമാറിയിടുമോ? കഷ്ടതയും കാലമെല്ലാം കഴിഞ്ഞു പോയല്ലോ, കണ്ണീരിൻ നേരമെല്ലാം മാഞ്ഞു പോയല്ലോ. നൊടിയിൽ താതൻ വന്നു ചേർത്തിടുമേ, സ്വർഗരാജി നമുക്കൊന്നായി വസിച്ചിടാമേ. നൊടിയിൽ താതൻ വന്നു ചേർത്തിടുമേ, സ്വർഗരാജി നമുക്കൊന്നായി വസിച്ചിടാമേ. പാഴാകുമീ മണ്ണ് മാറിപ്പോകുമേ, പരമേശൻ സന്നിധിയിൽ നാം ചേരുമേ. പാഴാകുമീ മണ്ണ് മാറിപ്പോകുമേ, പരമേശൻ സന്നിധിയിൽ നാം ചേരുമേ. അർപ്പിന്നാദമുച്ചത്തിൽ നാം കേട്ടിടും, ആർത്തിയിടും നാം ഒന്നായി കർത്താവിനായി. അർപ്പിന്നാദമുച്ചത്തിൽ നാം കേട്ടിടും, ആർത്തിയിടും നാം ഒന്നായി കർത്താവിനായി. നരയ്ക്കുവോളം ചുമക്കുമെന്ന വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറിയിടുമോ? വാക്കുമാറിയിടുമോ? ലോകത്തിൻ മോഹങ്ങൾ നീങ്ങിപ്പോകുമേ, കർത്താവിൻ സ്നേഹത്തെ നാം പാടുമേ. കർത്താവിൻ രക്തത്താൽ കഴുകപ്പെട്ടതാ പോയിടാം സുവിശേഷമറിയിക്കുവാൻ. നരയ്ക്കുവോളം ചുമക്കുമെന്ന വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറിയിടുമോ? വാക്കുമാറിയിടുമോ? പ്രൈസ് ലോർഡ്. ഈ പാട്ടും പിന്നെ ഏഞ്ചൽ കുറച്ച് മുമ്പേ പാടി രണ്ട് പാട്ടും എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ് ജീന എഴുതിയതാണ്. അപ്പോൾ ഇതൊന്ന് പാടണമെന്ന് തോന്നി, അതാണ് പെട്ടെന്ന് പാടിയത്.
എത്ര പ്രസംഗമായി നമ്മളിപ്പോ കേട്ടത്? 3 ആണോ 4 ആണോ? 3 ആയല്ലേ? പിന്നെ 4ാമത് ഒരെണ്ണം കൂടെ വേണ്ട. വേണ്ട, എല്ലാവരും നേരത്തെ പറഞ്ഞു വേണ്ട. ഞാൻ പ്രസംഗം പറയുന്നത് ഞാൻ ജസ്റ്റ് 2 കഥ പറയാം. 2 കഥയും അതിൽ നിന്ന് മോറലും. അപ്പൊ ആദ്യത്തെ കഥ കുഞ്ഞു കഥയാണ്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ ട്രക്കിങ്ങിന് പോയി, ഹൈക്കിങ്ങിന് പോകത്തില്ലേ നമ്മള്, ഇങ്ങനെ മലയൊക്കെ ഇങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകത്തില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാഗൊക്കെ ആയിട്ട് പോകുന്നത്? അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ മല കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ കൈ ഇങ്ങനെ കിട്ടിയില്ല. അപ്പോഴേക്കും പെട്ടെന്ന് താഴോട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്നാ വെപ്രാളത്തിൽ എന്തെങ്കിലും കയറി പിടിക്കത്തില്ലേ? കയറി പിടിക്കാൻ അയാളൊരു മരച്ചില കണ്ടപ്പോൾ പെട്ടെന്ന് അതേ ഇങ്ങനെ കയറി പിടിച്ചപ്പോഴേക്കും ഇയാളിങ്ങനെ അവിടെ കിടന്ന് നമ്മളെല്ലാം നിലവിളിക്കത്തില്ലേ, രക്ഷിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ, രക്ഷിക്കുന്ന പറഞ്ഞ് ഇയാൾ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ കുറച്ച് കണ്ടു, അയാളൊരു ശബ്ദം കേട്ടു. എന്നാ ശബ്ദം കേട്ടത്? ഞാനിവിടെ ഉണ്ട്, ഞാൻ ദൈവമാണ്, ഐ എം ഗോഡ്, ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇയാൾ വലിയ സന്തോഷം. ഇയാൾ പറഞ്ഞു, ദൈവമാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ചോദിച്ചു, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ എന്നാ പറയാൻ, വിശ്വാസമുണ്ട്, എന്നെ എങ്ങനെയും രക്ഷിക്കാൻ പറഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, എന്നെ വിശ്വാസമുണ്ടെന്നല്ല നീ പറഞ്ഞു, നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഇപ്പം ആ ഒരു കൈ പിടിച്ചേക്കുന്ന ആ മരത്തിൽ നിന്ന് കൈ അങ്ങ് വിടാൻ പറഞ്ഞു. കൈ വിട്ടാൽ മതിയോ? ആ കൈ അങ്ങ് വിട്ടാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം പറഞ്ഞു. ഇയാള് വിചാരിച്ചില്ല, ദൈവമേ പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്നുള്ള രീതിയിൽ ഈ മനുഷ്യൻ ഒരു 2 സെക്കൻഡ് ആലോചിച്ചു. എന്നിട്ട് ഇയാൾ എന്നെ വിളിച്ചു പറയാം, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അയാൾ ദൈവം പറഞ്ഞത് കേട്ടില്ല എന്ന് നടിച്ച് അയാൾ പിന്നെ വിളിച്ചു പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിലും. ഇപ്പൊ നമ്മള് ദൈവത്തോട് സഹായിക്കാനൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കർത്താവ് പറയും, ഇന്ന ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആളിനോട് പറയും ഇന്ന ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇഷ്ടമില്ലാത്തായിരിക്കും ചിലപ്പോൾ അത്, ആ സ്വഭാവം നീ ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ അപ്പനെ അമ്മയെ നീ ഒന്ന് അനുസരിക്കണം. എക്സാമ്പിൾ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ വിളിക്കുവാനുള്ള ദേശത്ത് അബ്രഹാമിനോട് എവിടോട്ട് ചെല്ലണമെന്നോ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇന്ന് തിരുവല്ലയിലോട്ട് പോകണം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നടക്കാൻ നേരം ആരെങ്കിലും ചോദിക്കും എവിടോട്ട് പോവാ, അറിയത്തില്ല, എവിടെയെങ്കിലും ഒക്കെ ചെന്ന് എത്തുമല്ലോ എന്ന് പറഞ്ഞാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഒരാൾ വിളിച്ചു പറയും ഇന്ന സ്ഥലത്തോട്ട് നിങ്ങളൊന്ന് പോകണമെന്ന് പറഞ്ഞാൽ ആരും നമുക്ക് പേരറിയത്തില്ല, നാളറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒരാൾ വിളിച്ചു പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോകും, അത് വേറെ കാര്യം. അങ്ങനെ ഇപ്പം വിളിച്ചു പറയുക ഇന്ന ആൾക്കാർ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോകും ഇല്ല. പക്ഷെ അബ്രഹാം എന്നാ ചെയ്തു? ദൈവത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് അബ്രഹാമിന് വല്ല നഷ്ടം ഉണ്ടായോ? ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതിനകത്തുനിന്ന് ഒരു മോറലാണ്, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് സംസാരിക്കും, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൊ ദൈവം നമുക്കൊരു ഉത്തരം തരും. ചിലപ്പോൾ അത് ഒരു കാര്യത്തിൽ നോ പറയാനായിരിക്കാം. ചിലപ്പം നമ്മളിപ്പം 10th കഴിഞ്ഞിട്ട് നിൽക്കുവാണെങ്കിൽ, 12th കഴിഞ്ഞിട്ട് നിൽക്കുവാണെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരിക്കാം. അപ്പൊ കർത്താവ് ചിലപ്പം ജോബ് ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷെ കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചിലപ്പോൾ പറയും, വെയിറ്റ്, ഇത് നിനക്കുള്ളതല്ല, കുറച്ചുകൂടി നല്ലത് ഞാൻ തരാമെന്ന് പറഞ്ഞ് വെയിറ്റ് എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യം വരുമ്പോൾ നമുക്ക് അനുസരിക്കാൻ ചിലപ്പോൾ മടി കാണും. പക്ഷെ ഒരു കോട്ട് ഇപ്രകാരം എഴുതിയിരുന്നത്, ട്രസ്റ്റ് മീൻസ് ഒബീഡിയൻസ് വിത്തൗട്ട് ഹാവിംഗ് ഓൾ ദി ആൻസേഴ്സ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻസ് തന്നതിന്റെ കൂട്ടത്തിൽ എല്ലാ ആൻസേഴ്സും നമുക്ക് ഇന്നതുപോലെ ചെയ്യും, ഇന്നതുപോലെ നിന്റെ ജീവിതത്തിൽ നടക്കും, അടുത്ത 20 വർഷത്തേക്ക് ഇന്നതൊക്കെ നടക്കുമെന്ന് എഴുതി ഓൾറെഡി സെറ്റപ്പ് ആക്കി നമുക്ക് തരത്തില്ല. പക്ഷെ ഒരൊറ്റ കാര്യമേ കർത്താവ് പറയത്തുള്ളൂ. ആ സ്റ്റെപ്പ് എടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളും. ഇനി രണ്ടാമത്തെ കഥയില് ഒരു മനുഷ്യന് 2 കുടം ഉണ്ടായിരുന്നേ. എത്ര കുടം ഉണ്ടായിരുന്നു? എല്ലാവരും ഉറങ്ങിയോ? ഉറങ്ങി വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാം. അവനിപ്പം ഇത്ര സമയം കൂടെ ഉള്ളൂ, വീട്ടിൽ ചെന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, നാളെ രാവിലെ ചർച്ചിൽ എഴുന്നേറ്റ് വരാം. അപ്പോൾ 2 കുടം ഉണ്ടായിരുന്നേ. 2 കുടം ഉണ്ടായിരുന്നപ്പം ഒരു കുടം നല്ല മിടുക്കൻ, നല്ല കുടമായിരുന്നു. മറ്റേ കുടത്തിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു, ഒരു പൊട്ടലുണ്ടായിരുന്നു. ഇങ്ങനെ ഈ മനുഷ്യൻ പക്ഷെ 2 കുടവും കാശ് കൊടുത്ത് മേടിച്ച കുടമല്ലേ, ഇപ്പൊ തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് 2 കുടം വേണമെന്നാണ്. അപ്പൊ ഇയാൾ എല്ലാ ദിവസവും വെള്ളം കൊണ്ടുപോകും. ഈ കുടത്തിനായിട്ട് ഇങ്ങനെ 2 കുടം അപ്പുറത്ത് ഇപ്പുറത്ത് വിട്ടിട്ട് ഇങ്ങനെ വെള്ളം കൊണ്ടുപോയി ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, കുറേ വർഷം കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം പറ്റി. ഈ വീട്ടിലെത്തുമ്പോഴേക്കും പകുതി വെള്ളം ഈ കുടത്തിൽ നിന്ന് പോയി കാണും. പക്ഷെ ഈ
കുടം പറഞ്ഞു, യജമാനെ എന്നെ അങ്ങ് വിട്ടേക്ക്, എന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്ക്, എന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി വെള്ളവും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ സൈഡിൽ നിന്നുള്ള പകുതി വെള്ളവും നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കുടത്തെ കൊണ്ട് യജമാൻ ഇങ്ങനെ ചെന്നിട്ട് ആ റോഡിന്റെ സൈഡിൽ കാണിച്ചു. അപ്പൊ റോഡിന്റെ സൈഡ് കാണിച്ചപ്പോൾ ഈ പൊട്ടിയ കുടം ഉണ്ടായിരുന്ന ആ റോഡിന്റെ സൈഡെല്ലാം എന്നാ പറ്റി, നല്ല ഫ്ലവേഴ്സും ട്രീസും ഒക്കെ വന്നിരിക്കുന്നു. അപ്പൊ യജമാൻ കുടത്തിനോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനത്തെ ഒരു പോരായ്മ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, എല്ലാ ദിവസവും ഞാൻ അവിടെ നിന്റെ ആ റോഡിന്റെ സൈഡില് വിത്ത് പാകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നീ അതിന് എല്ലാ ദിവസവും ഈ വർഷങ്ങളോളം നനച്ച് നീ അവിടെ എന്തോ ചെയ്തു, ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കിയെന്ന് കുടത്തോട് പറഞ്ഞു. കുടത്തിന് എന്നാ സന്തോഷമായി കാണും. കാരണം എന്നാ, യജമാനെ അറിയാം എനിക്ക് ഇങ്ങനത്തെ ഒരു പോരായ്മയുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ടെന്ന് അറിഞ്ഞിട്ടും യജമാനെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് നിർത്തി. നമ്മുടെ കർത്താവും അതുപോലെ തന്നെയാണ്. നമ്മളെ ഉള്ളതുപോലെ, നമ്മുടെ പേരൻസിന് പോലും നമ്മളെ A to Z അറിയണമെന്നില്ല. ഒരിക്കലും ഞാൻ പറയത്തില്ല ആരെയും A to Z അറിയാമോ, A to Z ആർക്കെങ്കിലും കോൺഫിഡൻസോടെ 100% കോൺഫിഡൻസോടെ കൈവക്കാമോ എൻ്റെ പേരൻസിനെ കുറിച്ച് A to Z അറിയാമോ? ഒരൊറ്റ കാര്യം പോലും അറിയത്തില്ല എന്നുള്ള ആർക്കെങ്കിലും കോൺഫിഡൻസോടെ കൈവക്കാമോ? എന്നാൽ ഞാൻ എൻ്റെ തോൽവി സംഭവിക്കാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ A to Z ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കാണാതെ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികളൊക്കെ കാണും. പക്ഷെ എങ്കിലും അതൊക്കെ നമുക്ക് പേരൻസിന് അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ A to Z അറിയാവുന്ന ഒരാളുണ്ട്. അതാരാ? ഇവിടെ ഉത്തരം ഞാൻ കേൾക്കുന്നില്ല. അവിടെ പിന്നെ എന്തൊക്കെയുണ്ട് ഈ സൈഡ് സ്ഥിരം എന്നാ ആരറിയാവുന്ന നമ്മളെ A to Z ഫുൾ അറിയാവുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആർക്കാ? ദൈവത്തിന് അറിയാം. ദൈവത്തിന് നമ്മളെ ഉള്ളതുപോലെ അറിയാം. അപ്പൊ ദൈവത്തിന് നമുക്ക് എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാനാണ് ദൈവം ഇത്രയും നല്ലൊരു ജീവിതം നമുക്ക് തന്നേക്കുന്നത്. ഇപ്പൊ എന്ത് രാവിലെ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട പോലെ നമ്മൾ എത്രയോ പേർ ആഗ്രഹിച്ചൊരു ജീവിതവും നമുക്ക് കിട്ടിയേക്കുന്നത്, എത്രയോ പേർ ആഗ്രഹിച്ചൊരു അവസരം നമുക്ക് ദൈവം തന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഇങ്ങനത്തെ ഒരു പോരായ്മ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാം, ഞാൻ അത്ര സ്പെഷ്യൽ അല്ല, എന്നെ ആരും കാണത്തില്ല, ആരും എന്നെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല, എന്നെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്നാ പറ്റും, ഒരു ഡിപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ എല്ലാം എപ്പോഴും വിഷമിച്ചിരിക്കത്തില്ലേ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ ദൈവം കാണുന്നുണ്ട്. ഗിദെയോനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗിദെയോൻ ആരായിരുന്നു? ഗിദെയോനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഗിദെയോൻ ആരാന്ന് അറിയത്തില്ലല്ലേ. ഗിദെയോൻ ഒരു ന്യായാധിപനായിരുന്നു. ഗിദെയോനെ പറ്റി ഗിദെയോൻ തന്നെ പറയുന്നുണ്ട്, ഗിദെയോന്റെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയവനായിരുന്നു ഗിദെയോൻ. പക്ഷെ ദൈവം അത്രയും വലിയ ഇസ്രായേൽ ജനത്തെ ആ ഒരു ന്യായപാലനം ചെയ്യാൻ വേണ്ടിയിട്ട്, ജഡ്ജായിട്ടിരിക്കാൻ വേണ്ടി എത്രയും വർഷം ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മുടെ എല്ലാ കുറവുകളെ ദൈവത്തിന് അറിയാം. പക്ഷെ ആ കുറവുകളെ മാറ്റാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ കുറവുകളെ ഒന്ന് നികത്തി പോകാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫ്രണ്ടിൽ വന്ന് അലറി പോവാനൊന്നും നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് അറിയായിരിക്കും. അത്രയും ചെയ്താൽ മതി. എല്ലാ പാസ്റ്റേഴ്സും ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും വന്ന് പാസ്റ്റർ ആവാൻ പറ്റുമോ? ചർച്ചിലിരിക്കുന്ന എല്ലാവർക്കും പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അയ്യോ എന്തുവായിരുന്നു ഇവിടെ മറ്റേ ഓരോ വീടുകൾ പോലെ ഓരോ ചർച്ചകൾ വന്നിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചർച്ച വന്ന ഒരു കസേര ഇടാനായിരിക്കും നമുക്കുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു വിളി. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ, ഇല്ല എനിക്ക് പാസ്റ്റർ ആയാലേ പറ്റത്തുള്ളൂ, ഞാൻ അവിടെ ഫ്രണ്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ആ കുടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോയി അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞതെന്തോ, ട്രസ്റ്റ് മീൻസ് ഒബീഡിയൻസ് വിത്തൗട്ട് ഹാവിങ് ഓൾ ദി ആൻസേഴ്സ്. നമ്മുടെ മുമ്പിൽ നമ്മൾ ജീവിക്കുന്ന എത്ര വർഷം, 70 ആണെങ്കിൽ 80 അല്ലെങ്കിൽ 90 വർഷത്തേക്ക് എന്തൊക്കെ സംഭവിക്കും നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ ഒരൊറ്റ സ്റ്റെപ്പ് ദൈവം എടുക്കാൻ പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് 2 കഥയെ കൊണ്ട് നിങ്ങൾ എന്തോ പഠിച്ചത്? മൈക്ക് അവിടെ വരെ എത്തുന്നില്ല, അല്ലെ ഞാൻ അവിടെ വരെ ആദ്യത്തെ കഥ കൂടെ എന്നാ പറഞ്ഞത്? ആദ്യത്തെ കഥ എന്നാ പറഞ്ഞത്? പേര് ഞാൻ മറന്നുപോയല്ലോ. പേരെന്തായിരുന്നു? എൽഹാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ കഥയിൽ എന്നെ പഠിച്ചത്. ആദ്യത്തെ കഥ ഞാൻ എന്നാ പറഞ്ഞ, ഒരു മനുഷ്യൻ
കയറുമായിരുന്നു. അപ്പം താഴെ വീണു. ദൈവം പറഞ്ഞു നീ കൈ വിടണമെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യനനുസരിച്ചോ? ദൈവത്തെ വിശ്വസിച്ചോ? ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്നാ ചെയ്യണം? ദൈവം പറയുന്നത് വിശ്വസിക്കണം, അനുസരിക്കണം. ഇനി രണ്ടാമത്തെ കഥ ഇവിടുത്തെ ആൾക്കാർ പറയട്ടെ. രണ്ടാമത്തെ കഥ എന്താ പഠിച്ചത്? ആ രണ്ടാമത്തെ കുളത്തിന് എന്നായിരുന്നു കുറവ്? എന്നായിരുന്നു? ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിലും കുറവുകളുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ കുറവുകളെ നികത്തുവാനും ദൈവം നമുക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ നമുക്ക് സഹായിക്കും. ഈ വചനങ്ങളാൽ താങ്ക് യു. സമയമുണ്ട്. പാസ്റ്റാനിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കണം. വേണ്ട അലീന, ആർക്കും ഒന്നും സംസാരിക്കാനില്ല. പിള്ളേരെ നേരിന് പ്രോഗ്രാം എല്ലാം ഉണ്ടോ? ഓക്കെ. ഡാൻസ് ഉണ്ടോ പിള്ളേരുടെ? ഓക്കെ. അതായത് നമുക്ക് ഒരു പ്രോഗ്രാം കൊണ്ടുണ്ട്. എൽഹാനും ആഷറും ജെറമയും ഉണ്ടോ? ജസ്റ്റിനും. പിള്ളേർ 4 പേരുടെ പാട്ടുണ്ട്. അന്നേരം ഡാൻസ് ഉണ്ട്. ഡാൻസിന് വേണ്ടി കുഞ്ഞുങ്ങളെ മുന്നോട്ട് ക്ഷണിക്കും. മെസ്സേജും കഥയൊക്കെ കേട്ട് ഡ്രൈ ആയിട്ടിരുന്ന ആ ഒരു അന്തരീക്ഷം നമ്മുടെ സക്കായി പാട്ടോട് പിള്ളേരെ കംപ്ലീറ്റ്ലി മാറ്റി. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓവറോൾ എല്ലാ പ്രോഗ്രാം ഏറ്റെടുത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. പ്രത്യേകിച്ച്
കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ജൂനിയർ കൊയർ മെമ്പേഴ്സ് ഒത്തിരി അതിനുവേണ്ടി ട്രൈ ചെയ്തു. കൊയർ ടീം സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്തിരുന്ന ഒരു കാര്യം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇന്ന് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പ്ലേ ചെയ്യുമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നു. പക്ഷെ 2 ഇൻസ്ട്രുമെന്റ്സിനും അതിൻ്റെതായ ചില തകരാറുകൾ വന്നു. സോണയുടെ ഗിറ്റാറിൻ്റെ സ്ട്രിങ് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ ആരോന് കോഡ്സ് വെച്ച് വായിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. എനിവേ നമ്മുടെ ആ പാട്ട് എന്തുവാണേലും 4 പാട്ടും പിള്ളേർ നല്ല ലെവലിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു. അതൊന്നും സിങ്കാകാൻ പറ്റി. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കാം. വരും ദിവസങ്ങളിൽ നമ്മുടെ ജൂനിയർ കൊയറിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പാടാനുള്ള ഒരു ക്രമീകരണം അതിന് നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ ക്രമീകരിച്ച് അത് കുറച്ചുകൂടെ അടിപൊളിയാക്കാനുള്ള ശ്രമമാണ്. അന്നേരം ഒറ്റ കാര്യമേ ഉള്ളൂ കൊയർ മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 5 മണിന് സമയം പറഞ്ഞാൽ എത്ര മണിയാകുമ്പോൾ ഇവിടെ വരണം? 6 മണി. 6 മണിയാണോ? 5 മണി സമയം പറഞ്ഞു കഴിഞ്ഞാൽ 4:15 കഴിയുമ്പോൾ നിങ്ങളിവിടെ വരണം. നമ്മളെ പഠിപ്പിക്കാൻ ഒരു സാറ് വരുമ്പോഴത്തേക്ക് സാറ് ചിലപ്പോൾ 1 മണിക്കൂറത്തേക്കായിരിക്കും വരുന്നത്. സാറ് ആ സമയം കഴിയുമ്പോഴത്തേക്ക് സാറ് പോകും. അന്നേരം കൃത്യസമയത്ത് എല്ലാവരും കടന്നു വരണം. ഇന്നത്തെ 4 എത്ര മെസ്സേജ് ഉണ്ടായിരുന്നു ഇന്ന്? പെട്ടെന്ന് പറ. എത്ര മെസ്സേജ് ഉണ്ടായിരുന്നില്ല? 4 മെസ്സേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടായിരുന്നു, സോങ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെയും ഇതിനകത്തൊരു സംഭവം തോന്നിയത്, ഇപ്പം നമ്മൾ കുറച്ചേറെ നാളുകളായിട്ട് യൂത്ത് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത്. എൻ്റെ ഫീഡ്ബാക്ക് ആയിട്ടോ. നമ്മൾ അങ്ങനെ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാനല്ല ഈ ശനിയാഴ്ച വൈകിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ഒരു ഡെവലപ്മെന്റ് വേണം. അങ്ങനെ ഡെവലപ്മെന്റ് വേണമെങ്കിൽ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്ത യൂത്ത് മീറ്റിംഗ് നമുക്ക് വരുന്നത് വെച്ചാൽ May 10th ആണ്. നിങ്ങളുടെ വെക്കേഷൻ സമയത്ത് തന്നെയാണ്. യൂത്ത് മീറ്റിംഗിലെ ഇന്നത്തെ യൂത്ത് മീറ്റിംഗിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരണം. അത് പാട്ടായിക്കോട്ടെ, കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് മെസ്സേജ് ആയിക്കോട്ടെ, ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. ഓക്കെ ആണോ? കാര്യം നമ്മളിവിടെ പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രോഗ്രാംസ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഇവിടെ വരുന്നതിന് ശേഷം അല്ലെങ്കിൽ അതിന് 1 മണിക്കൂർ മുമ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നത്. അന്നേരം അടുത്ത പ്രാവശ്യത്തെ യൂത്ത് മീറ്റിംഗിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ, ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ, കുഞ്ഞുങ്ങളുടെ മാത്രമല്ല കേട്ടോ, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ. ചില ടീച്ചേഴ്സൊക്കെ കണ്ണടച്ചിട്ട് ധ്യാനിക്കുന്നുണ്ട് ഇപ്പോൾ. ടീച്ചറെ അന്നേരം എല്ലാ ടീച്ചേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷനും വേണം. അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ്, സോണിച്ചൻ ഇങ്ങോട്ട് വന്നു. സോണിച്ചൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു വയർ ഫോം ചെയ്യാന്നുള്ളത്. ഏകദേശം അതിൻ്റെ ഒരു കാര്യം നടത്തി. ഈ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുതിർന്ന സെൻട്രൽ സ്കൂൾ സ്റ്റുഡൻസിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വിശ്വാസികളുടെ ഭവനത്തിലൊക്കെ വിസിറ്റ് ചെയ്യുക, ഇവിടെ ആ കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം കുഞ്ഞുങ്ങളോട് മൈക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് അറിയത്തില്ല. ജോഷിനോട് കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പടിയിലെ അവർ എബ്രഹാം ചായന് മൈക്ക് കൊടുക്കാൻ പറഞ്ഞ ജോഷ് വട്ടം കറങ്ങി നോക്കി. അവസാനം ആരോണിനോട് ചോദിച്ചു ആരാണ്. അപ്പോൾ ആരോൺ പറഞ്ഞ ഞങ്ങളുടെ
അപ്പച്ചനാണ്, കാരണം നീ കൊണ്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലർക്കും ആളെ ശരിക്കും അറിയത്തില്ല, അവർക്ക് കുഴപ്പമല്ല. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ കൂട്ടി കഴിയുന്ന ടീച്ചർമാർക്കും മുതിർന്ന കുഞ്ഞുങ്ങൾക്കും അപ്പം നാളെയും മറ്റന്നാളും ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ ഇവിടെ എത്തുകയാണെങ്കിൽ പാസ്റ്റർ ഫുൾ സപ്പോർട്ടുണ്ട്, സെക്രട്ടറി ഫുൾ സപ്പോർട്ടുണ്ട്. ഇവരൊക്കെ എന്നോട് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ്. അപ്പം കഴിയുന്ന അത്രയും ടീച്ചർമാരും കുഞ്ഞുങ്ങളും ഇതിൽ പോകാൻ ആഗ്രഹമുള്ളവരും കടന്നു വരിക. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നത് ആരംഭിക്കണം. എന്നിട്ട് അതിൻ്റെ പുരോഗതി എങ്ങനെയുണ്ടെന്ന് അനുസരിച്ചിട്ട് മുന്നോട്ട് ഇപ്പം നാളെയും മറ്റന്നാളും അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞ് നാളെ അല്ല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി നമുക്ക് ഇവിടെ വന്നിട്ട് അത് ആരംഭിക്കാം. അപ്പം സന്തോഷമാണോ? സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് തന്നെ പറയുന്നു. ഇവരുടെയൊക്കെ പേരൻസ് എന്നോട് പറഞ്ഞു വളരെ നല്ല കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരോട് ചോദിച്ചിട്ട് അവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഇഷ്ടമാണോ? താല്പര്യമുണ്ടോ? ഓക്കെ, അപ്പം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി ഇവിടെ വരിക. നമുക്ക് ഓരോ സ്ഥലത്തും കടന്നു പോകാം. പ്രാർത്ഥിക്കണം എന്നുള്ള ഭയത്തോടു കൂടി ഒന്നും ഇരിക്കണ്ട കേട്ടോ. അയ്യോ ആ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കണമല്ലോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. കൂടെ ആരാ ഉള്ളത്? കൂടെ ആരാ ഉള്ളത്? ഹെഡ്മാസ്റ്റർ എന്ന് പറയണ്ട, നമ്മുടെ ദൈവം കൂടിയുണ്ട്. അപ്പം ധൈര്യത്തോടുകൂടി കടന്നു വരിക. അപ്പം ഈ ഒരാഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ 2 മാസക്കാലം വളരെയധികം പ്രോഗ്രാമുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഓരോ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സെക്രട്ടറിയുടെയും പാസ്റ്ററുടെയും നല്ല സപ്പോർട്ടുണ്ട്. നമുക്കത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. കേട്ടല്ലോ? അപ്പം നാളെ സൺഡേ സ്കൂളിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. എല്ലാവരും കൃത്യമായിട്ട് സൺഡേ സ്കൂളിൽ രാവിലെ കൃത്യസമയത്ത് കടന്നു വരണം. ഓക്കെ. കൂടാരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലും വന്നത് ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ. അന്നേരം കുഞ്ഞുങ്ങൾ ആരും പേടിക്കണ്ട. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ ഇപ്പൊ നിന്ന് ഈ പറഞ്ഞ ഹെഡ് മാസ്റ്ററും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്രട്ടറിയും ഒക്കെ ഞങ്ങളൊക്കെ ഒത്തിരി താമസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. ആ അവസ്ഥ വെച്ച് നിങ്ങളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഞങ്ങളെക്കാട്ടൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അന്നേരം അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. അന്നേരം ആ പ്രോഗ്രാം അങ്ങനെ നടക്കട്ടെ. നമ്മുടെ അടുത്ത യൂത്ത് മീറ്റിങ്ങിൽ ഇവിടെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയുണ്ട്. ആരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ കേട്ടോ. അന്നേരം നമ്മുടെ സൺഡേ സ്കൂൾ YP യൂത്ത് മീറ്റിംഗ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഒത്തിരി സപ്പോർട്ടായിട്ട് പ്രോത്സാഹനമായിട്ട് നിന്ന വ്യക്തിയാണ് അൽവിന. ദൈവവച്ചാൽ 18 അടുത്ത ആഴ്ച ന്യൂസിലാൻഡിലോട്ട് അൽവിന ചേച്ചി കടന്നു പോവാണ്. അന്നേരം എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ? എങ്ങനെയും ഒക്കെ പോയാൽ മതി എന്നല്ലേ? അങ്ങനെ ആരും ചിന്തിക്കേണ്ട. ഏറ്റവും നല്ല ഒരു സമയം ന്യൂസിലാൻഡിൽ ലഭിക്കട്ടെ. കടന്നു പോകുന്ന ഇടങ്ങളിൽ ഇതുപോലെ തന്നെ ദൈവനാമമഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് ശക്തീകരിക്കട്ടെ. നമ്മുടെ മേപ്രാൽ ദിവസഭയുടെ സൺഡേ സ്കൂൾ YP സ്പെഷ്യലി യൂത്ത് മീറ്റിംഗ് ഈ ഒരു ഗ്രൂപ്പിന്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ മുമ്പിലത്തെ ഓവർസിയർ ആയിരുന്ന CC തോമസ് സാറിനെ ഇതുപോലെ കൺവെൻഷന്റെ ഒരു മീറ്റിങ്ങിന് പ്രാർത്ഥിച്ച് അമേരിക്കയിലോട്ട് പറഞ്ഞുകൊണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഞാനത് പലരും പറഞ്ഞ് കേട്ട് പിന്നെ ആ സമയത്ത് ഞാനും അമേരിക്കൻ കൺവെൻഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് പച്ച നോട്ടൊക്കെ നാട്ടിലോട്ട് വരേണ്ടത് ഓർക്കുന്നുണ്ടോ? പാസ്റ്റർ ഓർക്കുന്നുണ്ടോ അത്? എന്ന് പറഞ്ഞ പോലെ ന്യൂസിലാൻഡിലോട്ടൊക്കെ പോയിട്ട് പച്ച നോട്ടുകളൊക്കെ നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനും YPക്കും ഒക്കെ വരട്ടെ. അൽവിനയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ആർക്കെങ്കിലും 2 പേർക്ക് ഗ്രീറ്റിംഗ്സ് പറയാനുണ്ടെങ്കിൽ ഈ സമയം ഗ്രീറ്റിംഗ്സ് പറയാം. ആർക്കെങ്കിലും പാസ്റ്റർ ആരെങ്കിലും പറയുന്നുണ്ടോ?
പാസ്റ്റാൻഡിക്ക് എന്തോ പറയണമെന്ന് ഓടി വാ. പാസ്റ്റാൻഡി പറയുന്നത് ഞാൻ പറഞ്ഞാൽ കരയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സോ അൽവീന, ഓൾ ദ ബെസ്റ്റ്. ഇത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല. അൽവീന പോകുന്നതിൻ്റെതായ വിഷമങ്ങൾ എല്ലാവർക്കും കാണും, പക്ഷേ അനുഗ്രഹമായ ഒരു ഭാവി ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. പാസ്റ്റർ അൽവീന പോകുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കരുതുന്നത് ഓർത്ത് സന്തോഷമുണ്ട്. ഈ മീറ്റിങ്ങിന് വേണ്ടി അൽവീനയുടെ ഒരു കരുതലുണ്ടാവണം. ഒത്തിരി വൈകിട്ടായിട്ട് പ്രോഗ്രാമുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പൂർണ്ണ സപ്പോർട്ടുണ്ട്. ഒരാഴ്ച പുറകിലിരുന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. എല്ലാ പ്രാർത്ഥനയും ആശംസകളും സഭയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. യൂത്തിനെ കരുതുന്നു. അത് യൂത്തിനെ ഒത്തിരി നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചില പ്രോഗ്രാമുകളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് സാമ്പത്തിക സഹായ ആവശ്യവും നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ജോവാന ഒരു ബൈബിൾ റെഫറൻസ് അവർക്ക് നൽകി. അതിന് 2 പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഞാനവർ മറന്നു പോയിരിക്കുന്നു വിചാരിച്ചു, പക്ഷെ അവരാരും മറന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും മറക്കാതെ ചെറിയൊരു കുട്ടികൾ ബെൻസി ആണ്. പിന്നെ റിംഗ് പോകാം. റോമൻസ് ചാപ്റ്റർ 12 എന്താണ്ട് പറഞ്ഞ ഒരു കുഞ്ഞുമോളുണ്ട്, ജവാൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യൂത്ത് മീറ്റിംഗായി ഞങ്ങൾ കടന്നു വന്നു. അങ്ങയുടെ സഹായം ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ പകർന്നല്ലോ, അങ്ങ് ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തുന്നല്ലോ. ദൂതുകൾ സംസാരിപ്പാൻ ചെറുകഥകളിലൂടെ അർത്ഥവത്തായ അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാൻ തന്റെ മക്കൾക്ക് കൊടുത്ത കരുണയ്ക്കും കൃപയ്ക്കുമായി നൽകി. നല്ല മെസ്സേജുകൾ നൽകി, നല്ല പ്രോഗ്രാമുകൾ, ആക്ഷൻ ഡാൻസ് ഉൾപ്പെടെ എല്ലാം അനുഗ്രഹമാക്കി തീർത്ത ദൈവസ്നേഹത്തിന് നന്ദി. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന തന്റെ ദാസന്മാരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി. അവരുടെ ഭാവി ജീവിതത്തിന് ഈ പ്രോഗ്രാമുകളെല്ലാം അനുഗ്രഹമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ അൽവീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘനാളുകൾ ഈ സഭയുടെ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഭിമാനമാകാനിടയായിരുന്നു. ദൈവത്തിന്റെ സമയമാകുമ്പോൾ തന്റെ മകളെ ന്യൂസിലൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന ഉണ്ടാകാൻ സ്വർഗം തന്റെ മകളിൽ കൃപ ചെയ്യണം. യോശുവനെ അനുഗ്രഹിക്കുമാറാകണം. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട കരുണയ്ക്കായിട്ട് നന്ദി. ഇത്രത്തോളം അനുഗ്രഹം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു കർത്താവിൻ പുണ്യനാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. കർത്താവ് രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവ് ദൈവസ്നേഹം, പരിശുദ്ധാത്മാവിൻ കാവൽ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളോട് ലോകമെങ്ങുമുള്ള വിശുദ്ധരോട് കർത്താവിന്റെ മേഘം പ്രത്യക്ഷത വരെ ഇടപെടാതെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളുയർത്തി സ്തോത്രം പാടാറുണ്ട്.